ഹായ് ഗായ്സ്, മഴ തോരും മുമ്പേ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന സ്റ്റാൻലിയുടെ കുടുംബജീവിതത്തെ പറ്റി ഓരോന്നും വല്യപ്പച്ചനോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ജനിച്ചു പോയില്ലേ, പ്രതിമയാണെങ്കിൽ പൊട്ടിച്ചു കളയാമായിരുന്നു, ചിത്രമാണെങ്കിൽ മായ്ച്ചു കളയാമായിരുന്നു, 23 വർഷം ഇങ്ങനെ ജീവിച്ചില്ലേ വല്യപ്പച്ച ഞാൻ. അമ്മ ഒന്ന് വന്ന് മോളെ എന്ന് വിളിച്ചെങ്കിൽ ഞാൻ ഓടിപ്പോയി ആ മടിയിൽ വീഴില്ലേ, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുമ്പോൾ വല്യപ്പച്ചൻ ആശ്വസിപ്പിക്കുന്നുണ്ട് അലീനയെ. പിന്നീട് സ്റ്റാൻലി നേരെ അപ്പച്ചന്റെ വീട്ടിൽ വന്ന് ആൽബിയെയും റോബിയെയും കാണുന്നു. അവരോട് എന്റെയും അലീനയുടെയും കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് വേവലാതിപ്പെടേണ്ട, അതിലിടപെടാൻ വരികയും വേണ്ട എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി കൊച്ചിന് ഇത് വലിയ അഭിമാനമാണോ? അവിഹിത സന്തതി എന്ന് നാട്ടിൽ മുഴുവൻ അറിയപ്പെടുന്നത് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് റോബി. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് ദേഷ്യം വരുന്നു. അവിഹിത സന്തതി എന്ന് പറയണ്ട, അവൾ സ്റ്റാൻലിയുടെ മകളാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങുന്നു. അതേസമയം അമൽ വേറൊരു പെൺകുട്ടിയെയും കൂട്ടി ബൈക്കിലും കടകളിലുമൊക്കെ ചുറ്റിത്തിരിയുന്നത് നമ്മുടെ ബബിത കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ ബബിതയ്ക്ക് മനസ്സിലായി അതാണ് അമൽ തൻ്റെ ഫോൺ എടുക്കാത്തതും സംസാരിക്കാൻ കൂട്ടാക്കാത്തതും എന്ന്. ബബിതയ്ക്കാകെ ഭ്രാന്ത് പോലെയായി റൂമിൽ കയറി വന്ന് വാതിലടച്ച് ദേഷ്യപ്പെട്ടിരിക്കുന്നു. രാത്രിയായി. ബാലചന്ദ്രൻ മൂക്കറ്റം കുടിച്ചു വരുമ്പോൾ കൃഷ്ണമോളാണ് ഡോർ തുറക്കുന്നത്. അച്ഛൻ്റെ ഈ മാറ്റം കൃഷ്ണമോൾക്ക് സങ്കടമാകുന്നുണ്ട്. അകത്തേക്ക് വന്ന ബാലചന്ദ്രൻ വൈജയെ കാണുന്നു. വൈജയും ബാലചന്ദ്രൻ്റെ ഈ മാറ്റം കണ്ട് അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ചോദിക്കാൻ ചെന്നാൽ വൈജയ്ക്ക് നല്ലത് കിട്ടുമെന്ന് ഉറപ്പായി. അലീനയുടെ പടിയിറക്കം ആ വീടിൻ്റെ താളം തെറ്റിച്ച മട്ടാണ്. കാത്തിരുന്നു തന്നെ കാണാം. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.